ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനത്ത് നിന്ന് വരാൻ നിരവധി വാർത്തകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇത്രയധികം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും SIR നടപ്പാക്കുന്നതുമായി മുന്നോട്ട് പോവുകയാണല്ലോ. അതിന്റെ ആ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും BLOമാർ വീടുകളിലെത്തും. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഇതിനെതിരായ ഹർജികൾ ഇന്ന് പരിഗണനയ്ക്ക് വരിക കൂടിയാണല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് രാജ്യതലസ്ഥാനത്തു നിന്നും വരാനിരിക്കുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. ഇന്ന് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. വീടുകളിൽ എത്തി BLOമാർ വിവരങ്ങൾ ശേഖരിക്കൽ, ഒത്തുനോക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് ഇന്നു മുതൽ കടക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് രാജ്യവ്യാപകമായി രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് 9 സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന, പ്രധാനമായും ഈ SIRനെതിരെ എതിർപ്പുയർന്ന 3 സംസ്ഥാനങ്ങൾ അടക്കമുള്ള 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഈ വിഷയത്തിൽ ഈ സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു. പ്രമേയങ്ങൾ SIRനെതിരെ പാസാക്കിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നടപടികളിലേക്ക് SIR കടക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നും കടുത്ത എതിർപ്പ് ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇന്ന് തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധത്തിനാണ് തൃണമൂൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി, ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അഭിഷേക് ബാനർജി MP അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് കൊൽക്കത്തയിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇന്ന് ഈ SIRമായി ബന്ധപ്പെട്ട ബീഹാറിലെ SIRമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ SIR നടപ്പാക്കിയതിനു ശേഷമുള്ള പുതിയ പട്ടികയിലെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി നൽകിയിരുന്നു. ഒപ്പം തന്നെ നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വാദമായിരിക്കും ഇന്ന് കോടതിയിൽ പ്രധാനമായും ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയം, ഈ SIRനെതിരെ തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രണ്ടാം ഘട്ട SIR പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുകയും ആ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരിക്കുന്നത് DMK. ഈ ഒരു ഹർജിയും ഇന്ന് നിലവിലുള്ള ഈ SIR ഹർജികളോടൊപ്പം ചേർന്ന് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഈ SIRമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്ന് രാജ്യതലസ്ഥാനത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.